ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 7:15. സങ്കീർത്തനം 7:15. അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം വായിച്ചു കേട്ട 7-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ ദാവീദ് എന്ന മഹാരാജാവ് തൻ്റെ ജീവിതാനുഭവം വിവരിക്കുകയാണ്. ദൈവവുമായി ആഴമായ ഒരു ബന്ധമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. എങ്കിലും 2-3 പ്രാവശ്യം അവൻ വീണു, അഥവാ തെറ്റിപ്പോയി, പാപം ചെയ്തു. എങ്കിലും അവൻ കരഞ്ഞ് നിലവിളിച്ച് അനുതപിച്ച് രക്ഷ പ്രാപിച്ചു. തുടർന്ന് അവൻ ദൈവവുമായിട്ടുള്ള ആ ആഴമായ ബന്ധത്തിൽ വളരുവാനായി, ആത്മീയതയിൽ വളരെ ഉന്നതങ്ങളിൽ പ്രവേശിക്കുവാനിടയായി. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ അവൻ്റെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുന്ന അനുഭവമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന അപരനാമമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. അത് എത്ര വലിയ ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ? ദൈവം പറയുകയാണ്, ദാവീദ് എനിക്ക് ബോധിച്ച പുരുഷനാണ്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നും ദൈവം പറഞ്ഞു. അങ്ങനെയുള്ള ദൈവം തന്നെ വിളിച്ച് വേർതിരിച്ച് തെരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ദാവീദ് ദൈവത്തിൻ്റെ ദാസനാണെന്ന്. ഇങ്ങനെ തൻ്റെ ദാസനെന്നും തൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നും തനിക്ക് ബോധിച്ച പുരുഷനെന്നും ഒക്കെ പറയുന്ന ദാവീദിനെതിരെ അവനെ നശിപ്പിക്കുവാൻ, അവനെ തകർക്കുവാൻ, അവനെ വീഴ്ത്തുവാൻ വളരെയധികം ശത്രുക്കൾ വന്നുകൂടുവാനിടയായി, പിന്തുടരുവാനിടയായി. എന്നാൽ അവൻ ആ വിധത്തിൽ നശിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തിയില്ല. മാത്രമല്ല, അവനെ പിന്തുടർന്ന ശത്രുക്കൾ ഓരോരുത്തരായി വീഴുവാനും നശിക്കുവാനും ഇടയായി. അതിൽ ഒരാളെക്കുറിച്ചാണ് 7-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ വിവരിച്ചിരിക്കുന്നത്. അവൻ ഒരു കുഴി കുഴിച്ചുണ്ടാക്കി, കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. ദാവീദിൻ്റെ ശത്രുക്കളായി വളരെയധികം പേരുണ്ടായി. എന്നാൽ ഏറ്റവും അധികം അവനെ വേദനിപ്പിച്ചതും അവനെ കൊല്ലുവാൻ പിന്തുടർന്നതും ഇസ്രായേലിൽ 1-ാമത്തെ രാജാവായിരുന്ന ശൗലായിരുന്നു. എത്രയോ പ്രാവശ്യം അവനെ കൊല്ലുവാനായി, അഥവാ ദാവീദിനെ കൊല്ലുവാനായി പിന്തുടർന്ന ഒരു മനുഷ്യൻ. എന്നാൽ ഈ ശൗൽ ശത്രുക്കളാൽ വീഴുവാൻ, നശിക്കുവാൻ, മരണപ്പെടുവാൻ ഇടയായി. മറ്റുള്ളവർക്ക് കുഴി കുഴിക്കുന്നവർ അവരുടെ നാശത്തിനു വേണ്ടി അവർ തന്നെ കുഴി കുഴിക്കുകയാണ്. ഇത് നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിലും കാണുവാനായിട്ട് സാധിക്കും. ഹാമാൻ എന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ മൊർദെഖായി എന്ന നീതിമാനായ മനുഷ്യനെ നശിപ്പിക്കുവാനായിട്ട് തൻ്റെ ഭവനത്തിൽ ഒരു കഴുമരം അഥവാ കൊലമരം ഉണ്ടാക്കുകയാണ്. ശേഷം അവൻ
മൊർദെഖായിയെ കൊല്ലുവാനുള്ള അധികാരത്തിനായി രാജാവിൻ്റെ അടുക്കൽ പോകുന്നു. എന്നാൽ രാജാവ് വിധിച്ച വിധി ഹാമാന് എതിരായിരുന്നു. മൊർദെഖായിയെ കൊല്ലുവാൻ അനുവാദം കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഹാമാനെ അവൻ മൊർദെഖായിക്കായി ഒരുക്കിയ അതേ കഴുമരത്തിൽ, കൊലമരത്തിൽ തൂക്കിക്കളയുവാനും രാജാവ് ആജ്ഞാപിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഇത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമാണ്. അനവധി ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ഇതുപോലെ മറ്റുള്ളവർക്കായി കുഴി കുഴിക്കാതിരിക്കാം. അങ്ങനെ ചെയ്യുന്നവർ അവരുടെ നാശത്തിന് വേണ്ടി തന്നെയാണ് കുഴിയെടുക്കുന്നത്. ആമേൻ, ആമേൻ. രക്ഷിതവചനം ഭഞ്ജിതം